നോക്കൂ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈമിന് മുന്നിൽ തന്നെ നമ്മളുടെ ടീം മെമ്പേഴ്സ് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് എങ്ങനെ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളുടെ സ്പ്രിൻ്റ് ഗോളിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും യൂസർ സ്റ്റോറീസ് ഓർ ബഗ്സ് ബ്ലോക്കിലുണ്ടെങ്കിൽ അത് അവർക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അത് എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ടു റിസോൾവ് ദാറ്റ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്ത് വിടാം, ബഡ്ഡി ആക്കി വിടാം. ഇനി അതല്ല, ഈ ഫ്രീ ആയിട്ടുള്ള ആൾക്ക് ആ മോഡ്യൂളെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നത് നല്ലത്, ടൈം വേസ്റ്റാണ്. സോ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ആക്ഷൻ ഐറ്റംസ് ഉണ്ടാവും. സ്പ്രിൻ്റ് എന്താ പറയുക, നമ്മുടെ റെട്രോന് ശേഷമുള്ള ആക്ഷൻ ഐറ്റംസ് അസൈൻ ചെയ്യാം. ഏതെങ്കിലും സ്പൈക്ക് റിസോൾവ് ചെയ്യാനായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്രോസ് ട്രെയിനിങ്ങിന് വിടാം, അതല്ലെങ്കിൽ പ്രോഡക്റ്റ് ബാക്ക്ലോഗിൽ ഏതെങ്കിലും ഐറ്റംസ് റിഫൈൻ ചെയ്യാനായിട്ട് വിടാം, അല്ലെങ്കിൽ എന്താ പറയുക അപ്സ്കിൽ ചെയ്യാനായിട്ട് വിടാം. ഓക്കെ, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അപ്സ്കില്ലിംഗ് എന്നുള്ളൊരു ഓപ്ഷന് വിടാൻ പറ്റും. അത് പുതിയ മോഡ്യൂൾ പഠിക്കുക എന്നുള്ളതാണ്. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പക്ഷേ ചെയ്യണം. ആ ദിവസത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്പ്രിൻ്റ് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഓക്കെ.